ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. തുലാം രാശിക്കാർക്ക് 2025 പൊതുവെ നല്ല ഭാഗ്യാവസ്ഥകളൊക്കെ ഉള്ള ഒരു വർഷമാണ്. പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട ഒരു വലിയ വിഭാഗം തന്നെ ഈ തുലാം രാശിക്കാരായ നക്ഷത്രക്കാരുണ്ട്. അതായത് തൊഴിൽ ഭാവത്തിലെ വിലക്കുറവൊക്കെ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിലില്ലാതെ വരികയോ സാമ്പത്തികമായിട്ട് വളരെയധികം അധപ്പതിക്കുകയും ഒക്കെ ചെയ്ത ഒരു വർഷമാണ് 2024. അത് ഒരു വലിയ ജനാവലികളും കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2025 ആരംഭം മുതൽക്ക് തന്നെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചെയ്യും. രോഗാവസ്ഥ ഏതെങ്കിലും കാരണവശാൽ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് ചികിത്സയൊക്കെ ഫലിക്കുകയും രോഗാവസ്ഥകളൊക്കെ വിട്ടുമാറി നല്ല ഒരു രീതിയിലേക്ക് വരും. അതായത് ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും ഒക്കെ വരുമ്പോൾ വളരെ അനുകൂലമായിട്ട് കിട്ടുന്ന ഒരു നക്ഷത്രക്കാരാണ് ചിത്രയുടെ 3-4 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും ഭാഗ്യഭാവത്തിൽ പവർ കൂടിയ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ബുധനാണ്. ബുധൻ ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. അത് വിദ്യാകാര്യത്തിൽ ഏറ്റവും പ്രഥമമായ കാര്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തൊഴിലുകൾ ചെയ്തുകൊണ്ട് തന്നെ മറ്റ് ടെസ്റ്റുകൾ എഴുതുന്നതിന് വേണ്ടി പഠിക്കുന്നവർ മറ്റ് തൊഴിലുകൾ കുറച്ചുകൂടെ മെച്ചം വരത്തക്ക രീതിയിലുള്ള തൊഴിലുകൾ പഠിക്കുന്നവർക്കും ഒക്കെ വളരെയധികം മെച്ചങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തുലാം രാശിക്കാരുടെ നക്ഷത്രമാണ്. ശനിയുടെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ അനുകൂലമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയങ്ങൾ വന്നു ചേരുക, സാമ്പത്തികം മിച്ചം വരിക, അതുപോലെ തന്നെയാണ് മനസ്സന്തോഷം വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ 2020. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷപ്രദമായി ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് കുടുംബത്ത് സന്തോഷമുണ്ടാകുന്ന ഒരു കാലമാണ്. അധിക കടങ്ങൾ വർദ്ധിക്കാതെ നോക്കണം. വീട് സംബന്ധമായിട്ട് ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയുമായിട്ട് ആരെങ്കിലും വന്ന് പുതിയ ഒരു ലോൺ അല്ലെങ്കിൽ വലിയ കടബാധ്യതയിൽ ഒപ്പുവെക്കുക, എഗ്രിമെന്റ് പേപ്പറുകൾ ഒപ്പുവെക്കുക, കടബാധ്യതകളെ ഏറ്റെടുക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, രാഹുവിൻ്റെയൊക്കെ മാറ്റം വരും. ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ചില സ്വഭാവ സവിശേഷതകൾ മാറി മറിയുന്നതിനും സൂചനയുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്കോ മധ്യവയസ്കർക്കോ ഒക്കെ ദേഷ്യം വർദ്ധിക്കുക. കൂടാതെ 5-ാം ഭാവത്തിലേക്ക് രാഹു വരും. കൊള്ളുകയറാത്ത പ്രണയങ്ങൾ വിദ്യാർത്ഥികളായാലും മറ്റുള്ള ദമ്പതികളായിട്ടുള്ളവർക്കായാലും ഒക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് മിണ്ടി പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞ് ഒരു മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാൻ വളരെ സൂചനയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. യുവാക്കളായാലും മധ്യവയസ്കരായാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് ഉള്ളുകയറാത്ത കൂട്ടുകെട്ടുകൾ വന്നു ചേരുക, അങ്ങനെയൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ, ഈ നക്ഷത്രക്കാരായിരിക്കുന്ന
കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ ജാഗ്രത പാലിക്കുക. ടീനേജേഴ്സ്, കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് ഒക്കെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് വിഷയത്തിലൊക്കെ നല്ല മാർക്ക് ലഭിക്കും. ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഗൃഹം പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഒരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ വാഹനം വന്നു ചേരും. അതിന് ചിലപ്പോൾ ഒരു അല്പസ്വല്പം കടമൊക്കെ വരാം, അതൊന്നും സാരമില്ല. വലിയ വൻതുകകൾ ആകരുത് എന്ന് മാത്രം. വരുമാനത്തെക്കാളും കവിഞ്ഞ വലിയ തുകകളാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ സ്ഥാനാധിപൻ ചന്ദ്രനാണ് തുലാം രാശിക്കാരായിരിക്കുന്നത്. ഈ ചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്. ചന്ദ്രൻ 2.25 ദിവസമേ ഒരു രാശിയിൽ നിൽക്കത്തുള്ളൂ. പെട്ടെന്ന് കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാധിപനോട് യോഗം ചെയ്ത് ഓരോ മാസവും 2.25 ദിവസം വരും. വ്യാഴത്തിനോട് യോഗം ചെയ്ത് 2.25 ദിവസം വരും. അതുപോലെ ആദിത്യനോട് യോഗം ചെയ്ത് 2.25 ദിവസം വരും. അങ്ങനെ ശുക്രനോട് യോഗം ചെയ്ത് 2.25 ദിവസം വരും. വ്യാഴത്തിനോട് യോഗം ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രത്തിൽ മറ്റ് ഗ്രഹങ്ങൾ വരുമ്പോൾ, തുലാം രാശിയിലൂടെയൊക്കെ ശുക്രനുമൊക്കെ സഞ്ചരിക്കുമ്പോൾ, സ്വക്ഷേത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രനുമൊക്കെ വരുമ്പോൾ വാഹനഭാഗ്യവും അപ്രതീക്ഷിതമായി ഭൂമിയും ഗൃഹവും വന്നു ചേരുക, മറ്റ് ഏതെങ്കിലും തരത്തിൽ കലാരംഗത്ത് ഒരു അവാർഡ് തന്നെ കിട്ടുക, പൊതുസമൂഹത്തിൽ വെച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുക, അതുവഴി പേരെടുക്കുക, പ്രശസ്തനാകുക, പ്രശസ്തി ആർജിക്കുക, പുസ്തക പ്രകാശനം നടക്കുക, അങ്ങനെ അനവധിയായ സമൂഹത്തിൽ വെച്ച് സ്ഥാനമാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ, സാമ്പത്തിക പെട്ടെന്ന് വന്നു ചേരത്തക്ക രീതിയിൽ, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരത്തക്ക രീതിയിലൊക്കെ യോഗങ്ങൾ ഈ 2025 ഈ തുലാം രാശിക്കാർക്ക് വന്നു ചേരും. അത് വിദേശത്തായിരിക്കുന്നവർക്കും ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. ഭാഗ്യാധിപൻ കൂടിയായ ബുധൻ സ്ഥാനാധിപൻ കൂടിയാണ്. അത് ഇഷ്ടഭാവത്തിൽ, തൊഴിൽ ഭാവത്തിലൊക്കെ വരുമ്പോൾ വിദേശത്ത് പോകുവാൻ ഒരു ചാൻസ് ഒത്തുവരും. അവസരം പാഴാക്കരുത്. വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ സാമ്പത്തിക ഭദ്രത നേടുവാൻ എല്ലാവർക്കും അതാണല്ലോ ആഗ്രഹം, സാമ്പത്തിക ഭദ്രത. അത് കൈവരിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഏറ്റവും പ്രധാനം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ കൂടുതൽ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരും. ഭാഗ്യാധിപനായ ബുധൻ ഹനുമാൻ സ്വാമിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. വായുരാശിയുടെ അധിപനാണല്ലോ ബുധൻ. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വടമാല വഴിപാട് ചെയ്യുന്നതും, നെയ്വിളക്ക് തെളിയിക്കുന്നതും, വെറ്റിലമാല സമർപ്പിക്കുന്നതുമൊക്കെ ഹനുമാൻ സ്വാമിക്ക് ഇഷ്ട വഴിപാടുകളാണ്. കൂടാതെ രാശ്യാധിപനായിരിക്കുന്ന ശുക്രനെ പ്രീതിപ്പെടുത്തുവാൻ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേയസ്കരമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാദേവനെയും ഒക്കെ യഥാശക്തി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക. നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. സ്വഭാവത്തിൽ വൈകല്യം ഉണ്ടാകാതിരിക്കുവാൻ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ നാഗരാജാവിനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വിഘടനപരമായ സ്വഭാവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും ദേഷ്യം വർദ്ധിപ്പിക്കാതിരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു. തൊഴിൽ തടസ്സം നോക്കുന്നതിനായാലും മറ്റ് ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ജാതകം കൂടി നോക്കണം. ജാതകാൽ കൂടി കൂടുതൽ നല്ല അവസരം, ഭാഗ്യവും ഒക്കെ ഉള്ള വ്യക്തികളാണ് എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കൂടുതൽ വിജയങ്ങൾ വന്നു ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കുക. വിവാഹ തടസ്സമായാലും, വാഹനം വാങ്ങുന്ന കാര്യത്തിലായാലും, വീട് വാങ്ങുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരു ഭാഗ്യമുണ്ടോ എന്നറിയുവാൻ ജാതകം നോക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.